ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇനി നമ്മുടെ പ്രോഗ്രാമിലേക്ക് എടുക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ ഗെയിമാണ്. ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗെയിമാണ്. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു കാര്യം പുതിയതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഗെയിം എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെ ആ ഗെയിം നമ്മൾ ഉണ്ടാക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗസ്സിങ് ഗെയിമാണ്. നമ്മുടെ കമ്പ്യൂട്ടർ ആദ്യം നമുക്കൊരു ലിസ്റ്റ് തരും. ഒരു ലിസ്റ്റിൽ കുറച്ചിപ്പോൾ ഒരു ഫ്ലവേഴ്സിൻ്റെ ലിസ്റ്റാണെന്ന് വെച്ചു. അപ്പോൾ ഫ്ലവേഴ്സ് അടങ്ങിയ ഒരു ലിസ്റ്റ് കമ്പ്യൂട്ടർ നമ്മളെ കാണിച്ചു തരും. ഈ ലിസ്റ്റ് നമ്മളെ കാണിച്ചതിന് ശേഷം കമ്പ്യൂട്ടർ പറയും നിങ്ങൾ ഇതിൽ നിന്ന് ഒരെണ്ണം ഗസ് ചെയ്യാൻ പറയും. അപ്പോൾ കമ്പ്യൂട്ടർ ആ ഒരു കമാൻഡും തരും, നമ്മളോട് പറയും നിങ്ങൾ ഒരെണ്ണം ഗസ് ചെയ്യാൻ പറയും. ഗസ് ചെയ്യാൻ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം ഗസ് ചെയ്യും. നമ്മൾ യൂസർ അതിൽ നിന്ന് ഒരെണ്ണം ഗസ് ചെയ്യുന്നു. യൂസർ ഗസ് ചെയ്യുന്നതും ആ സമയത്ത് തന്നെ കമ്പ്യൂട്ടറും അതിൽ നിന്ന് ഒരെണ്ണം ഗസ് ചെയ്യും. അങ്ങനെ രണ്ടുപേരുടെയും ഗസ് കറക്റ്റ് ആണെങ്കിൽ, അതായത് രണ്ടുപേരുടെയും ഗസ് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഗസ് ചെയ്ത് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ജയിച്ചു എന്ന് കമ്പ്യൂട്ടർ പ്രിൻ്റ് ചെയ്ത് കാണിക്കും. ഇല്ല നമുക്ക് കമ്പ്യൂട്ടർ ഗസ് ചെയ്ത കാര്യം നമുക്ക് ഗസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലോ നമ്മൾ ഫെയിലായി എന്നുള്ള രീതിയിൽ കാണിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗെയിം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. നമ്മുടെ കോഡുകൾ വെച്ച് ഇത്ര നേരം പഠിച്ച കാര്യങ്ങൾ വെച്ച് തന്നെ നമുക്കൊന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളൊരു ലൈബ്രറീനെ കുറിച്ച് പരിചയപ്പെടുത്താണ്. റാൻഡം എന്ന് പറയുന്ന ലൈബ്രറിയാണത്. അപ്പോൾ റാൻഡം എന്ന് പറയുന്ന ഒരു ലൈബ്രറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ റാൻഡമായിട്ടൊരു നമ്പറിനെ ജനറേറ്റ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നൊക്കെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഈ റാൻഡം ലൈബ്രറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ലൈബ്രറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കുറച്ച് റൈറ്റ് ചെയ്ത കോഡുകൾ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊക്കെ റെഫർ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ചൊക്കെ നമുക്ക് റെഫർ ചെയ്യണമെങ്കിൽ ഒരു ലൈബ്രറി പോയിട്ട് നമ്മൾ ആ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബുക്കുകൾ എടുത്ത് റെഫർ ചെയ്യില്ലേ, അതേപോലെ റാൻഡമായിട്ട് ഒരു ഇൻറ്റിജറിനെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ റാൻഡിൻ്റ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ അടങ്ങിയിരിക്കുന്ന ഒരു ലൈബ്രറിയാണ് റാൻഡം എന്ന് പറയുന്നൊരു ലൈബ്രറി. ഇതിപ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം ലൈബ്രറിയുടെ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ ഫ്യൂച്ചറിൽ അതൊക്കെ പറയുന്നതായിരിക്കും. പക്ഷേ ലൈബ്രറി റാൻഡം എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ടെന്നും അതിനകത്ത് റാൻഡിൻ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, അത്രയും മാത്രം ഇപ്പോൾ അറിയാം. ഇനി ഞാൻ ജസ്റ്റ് ആ റാൻഡം എന്ന് പറയുന്ന ലൈബ്രറീനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ്. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ട് റാൻഡം എന്നുള്ള കമാൻഡാണ്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുക. ഏതാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്? റാൻഡം എന്ന് പറയുന്ന ലൈബ്രറിയാണ്. അപ്പോൾ ഇമ്പോർട്ട് റാൻഡം എന്ന് കൊടുത്തു. ഓക്കെ, ഇമ്പോർട്ട് റാൻഡം എന്ന് കൊടുത്തതിന് ശേഷം റാൻഡം എന്ന് പറയുന്ന ലൈബ്രറി ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്തല്ലേ. ഇനി നമുക്കൊരു പ്രോഗ്രാം ചെയ്തു നോക്കാം. ഞാൻ എക്സിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു, റാൻഡം എന്ന് പറയുന്ന ലൈബ്രറിയുടെ ഉള്ളിൽ റാൻഡിൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുന്നു. റാൻഡിൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, റാൻഡ് റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റാൻഡ് റേഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 0 തുടങ്ങി ഒരു സ്റ്റാർട്ടിംഗ് നമ്പറും കൊടുക്കുന്നു, അതേപോലെ തന്നെ ഒരു എൻഡിങ് നമ്പറും കൊടുക്കുന്നു. അപ്പോൾ 0 ഞാൻ സ്റ്റാർട്ടിംഗ് നമ്പറായിട്ട് ആദ്യം കൊടുത്തത്. ആദ്യം കൊടുക്കുന്ന നമ്പർ സ്റ്റാർട്ടിംഗ് നമ്പറാണ്, ലാസ്റ്റ് കൊടുക്കുന്ന നമ്പർ എൻഡിങ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ 0 തുടങ്ങി 5 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ റാൻഡമായിട്ട് എടുത്ത് നമ്മുടെ എക്സിലേക്ക് വെക്കും. ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് അതാണ്. അതായത് റാൻഡം ഡോട്ട് റാൻഡ് റേഞ്ച് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാൻഡ് റേഞ്ചിൻ്റെ ഉള്ള ഒരു സ്റ്റാർട്ടിംഗ് നമ്പറും എൻഡിങ് നമ്പറും 0യും 5ഉം നമ്മൾ കൊടുത്തല്ലേ, ഈ 0യ്ക്കും 5നും ഇടയ്ക്കുള്ള ഒരു നമ്പർ ഏതെങ്കിലും ഒരെണ്ണം റാൻഡായിട്ട് ഗസ് ചെയ്യും. അതായത് ഓരോ പ്രാവശ്യം ഗസ് ചെയ്യുമ്പോഴും ചിലപ്പോൾ വേറെ ആയിരിക്കും. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം 1 ആയിരിക്കും ഗസ് ചെയ്യുന്നത്, രണ്ടാമത്തെ പ്രാവശ്യം 2 ആയിരിക്കും ഗസ് ചെയ്യുന്നത്, മൂന്നാമത്തെ പ്രാവശ്യം 3 ആയിരിക്കും. ചിലപ്പോൾ തോന്നിയ പോലെ ആയിരിക്കും. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം 3 ആയിരിക്കും, ചിലപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം 2 ആയിരിക്കും. അങ്ങനെ തോന്നിയ പോലെ ആയിരിക്കും. അങ്ങനെ ഒരു നമ്പർ ഗസ് ചെയ്യുന്നു. ആ ഗസ് ചെയ്ത നമ്പറിനെടുത്ത് എക്സിലേക്ക് വെക്കുന്നു. അപ്പോൾ എക്സ് ഈക്വൽ ടു റാൻഡം എന്ന് പറയുന്ന ലൈബ്രറിയുടെ ഉള്ള റാൻഡ് റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ 0.5 എന്ന് പറയുന്ന ലിമിറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു നമ്പർ റാൻഡമായിട്ട് എടുക്കുന്നു. അപ്പോൾ അത് എക്സിനകത്തേക്ക് സേവ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ എക്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്തുണ്ട്, 0യ്ക്കും 5നും ഇടയ്ക്കുള്ള ഒരു റാൻഡം നമ്പർ ഉണ്ട്. ഓക്കെ, നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഞാനൊന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. എക്സ് എന്ന് പറയുന്നത് ഒന്ന് പ്രിൻറ്റ് ചെയ്യാണ്. സേവ് ചെയ്തു. ഒന്ന് റൺ ചെയ്ത് നോക്കാം നമുക്ക് പ്രോഗ്രാം. ഞാൻ പ്രോഗ്രാം റൺ ചെയ്യുന്നു. എന്ത് സംഭവിച്ചു? ഓക്കെ, 3 എന്ന് പറയുന്ന ഒരു നമ്പർ പ്രിൻറ്റ് ചെയ്തൊന്നുമല്ലേ. അപ്പോൾ റാൻഡം ഫംഗ്ഷൻ നമ്മൾ അപ്പോൾ റാൻഡം ലൈബ്രറി യൂസ് ചെയ്ത് റാൻഡ് റേഞ്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ 3 എന്ന് പറയുന്ന ഒരു നമ്പറിനെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഈ പ്രാവശ്യം 4 ആണ് വന്നതല്ലേ, ഒരു പ്രാവശ്യം കൂടെ നോക്കാം. ഈ പ്രാവശ്യം 2 വന്നതല്ലേ, ഒരു പ്രാവശ്യം കൂടെ നോക്കാം. ഇപ്പോൾ എന്ത് തോന്നുന്നു? 4 ഒന്നുമല്ല. അപ്പോൾ തോന്നിയ പോലെ റാൻഡായിട്ടുള്ള ഒരു നമ്പർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റാൻഡ് റേഞ്ച് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊന്ന് അറിഞ്ഞിരിക്കുക. ഇത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കാം. റാൻഡം എന്ന് പറയുന്ന ലൈബ്രറി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, കാരണം അത് നമുക്കിനി യൂസ് ചെയ്യേണ്ടി വരും. അതോടെ കിടന്നോട്ടെ. നമുക്കിനി നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് എഴുതി തുടങ്ങാം. നമുക്കൊരു ഗസ്സിങ് ഗെയിമാണ് ഉണ്ടാക്കേണ്ടതല്ലേ. അപ്പോൾ ആ ലോജിക്ക് എഴുതി തുടങ്ങാം. അതിന് ആദ്യം എന്താണ് വേണ്ടത്? നമ്മൾ പറഞ്ഞു ഒരു ലിസ്റ്റാണ് ആദ്യം പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. ഒരു ഫ്ലവേഴ്സിൻ്റെ പേരുകൾ അടങ്ങിയ ഒരു ലിസ്റ്റാണ് ആദ്യം യൂസർക്ക് പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ്. അപ്പോൾ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു.
അതിൻ്റെ ഉള്ളിലേക്ക് ഫ്ലവേഴ്സിൻ്റെ പേരുകൾ നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ റോസ് എന്ന് പറയുന്നത് ഒരു ഫ്ലവർ. ഇനി നമുക്ക് വേണമെങ്കിൽ ജാസ്മിൻ കൊടുക്കാം. ജാസ്മിൻ നമ്മൾ ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നു? ഇനി നമുക്ക് ലില്ലി ആഡ് ചെയ്യാം. ലില്ലി ആഡ് ചെയ്തു. ഇനി ലോട്ടസ് ആഡ് ചെയ്യാം. ലോട്ടസ് ആഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ 4 ഫ്ലവേഴ്സ് ആയില്ലേ? ഇപ്പോൾ ഈ 4 ഫ്ലവേഴ്സിനെ നമ്മൾ നമ്മുടെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു. ഇപ്പോൾ 4 ഫ്ലവേഴ്സ് ഉണ്ട്. ഇനി ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് യൂസറിനെ പ്രിൻ്റ് ചെയ്ത് കാണിക്കണമല്ലോ, നമ്മുടെ ലിസ്റ്റ് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. ഏതൊക്കെയാണോ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ലിസ്റ്റ് യൂസറിനെ പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ യൂസറിനോട് നമ്മൾ പ്രിൻ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രിൻ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. പ്രിൻ്റ് യൂസ് ചെയ്തിട്ട് അതിൽ നമ്മുടെ എന്താണ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ലിസ്റ്റ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ലിസ്റ്റ് പ്രിൻ്റ് ചെയ്ത് കാണിച്ചല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇൻപുട്ട് എടുക്കണം അല്ലേ? യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഓരോ സെലക്ട് ചെയ്യാൻ പറയണം. റോസോ ജാസ്മിനോ ലില്ലിയോ അല്ലെങ്കിൽ ലോട്ടസോ ഏതെങ്കിലും ഓരോ സെലക്ട് ചെയ്യാൻ പറയണമല്ലേ? അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്? നമുക്കൊരു വേരിയബിൾ എടുക്കാം. സെലക്ഷൻ എന്ന് പറയുന്ന വേരിയബിൾ. സെലക്ഷൻ എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാം? സെലക്ഷൻ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇൻപുട്ട് എടുക്കണം. നമ്മൾ ഇൻപുട്ട് എടുക്കുന്ന ഈ ഇൻപുട്ടിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഈ ഇൻപുട്ട് എടുക്കുന്നത് ഒരു സ്ട്രിങ് ആയിട്ടാണല്ലേ. അതായത് ഒരു റോസ് എന്ന് പറയുന്ന പേരൊക്കെയാണ് നമ്മൾ ഇൻപുട്ടായിട്ട് എടുക്കുക. അപ്പോൾ അതൊരു സ്ട്രിങ് ആണല്ലേ. റോസ് എന്ന് പറയുന്നത് ജാസ്മിൻ എന്ന് പറയുന്നതൊക്കെ ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ സ്ട്രിങ് ആയിട്ടുള്ള ഇൻപുട്ടിന് കാണിക്കാൻ വേണ്ടി നമ്മൾ str ഓഫ് എന്നിടുന്നു. ആദ്യം നമ്മൾ ഇൻറ്റിജർ ഇൻപുട്ടിന് int ഓഫ് എന്ന് പറഞ്ഞ് ഇൻറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടില്ലേ, അതേപോലെ സ്ട്രിങ്ങിന് str എന്ന് പറഞ്ഞിടുന്നു. str ഓഫ് ഇൻപുട്ടാണ് നമ്മുടെ. str ഓഫ് ഇൻപുട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? എന്താണ് പറയുന്നത്? യൂസറിനോട് എൻ്റർ യുവർ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റർ യുവർ സെലക്ഷൻ എന്ന് പറയുന്നു. ഓക്കെ, അത്രയും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സെലക്ഷൻ്റെ ഉള്ളിൽ ഇപ്പോൾ യൂസർ സെലക്ട് ചെയ്ത ഒരു സെലക്ഷൻ ഉണ്ടല്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമ്മുടെ കമ്പ്യൂട്ടറിനെ കൊണ്ട് അതേപോലെ തന്നെ ഒരു കാര്യം നമ്മൾ സെലക്ട് ചെയ്യിക്കണം. ഈ ലിസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന്, ഈ 4 ഉള്ളിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറിനെ കൊണ്ട് ഒരു കാര്യം സെലക്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ലിസ്റ്റിലെ ഓരോ എലമെൻറ്റ്സും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റോസ് എന്ന് പറയുന്നത് ഇരിക്കുന്നത് 0th പൊസിഷനിലാണല്ലേ. 0th എലമെൻ്റ് ആയിട്ടാണ് വരിക. അതായത് നമ്മുടെ 0th ഇൻഡെക്സിലാണ് ഇരിക്കുന്നത്. ഇനി ഫസ്റ്റ് ഇൻഡെക്സിലിരിക്കുന്നത് ജാസ്മിനാണ്. ലില്ലി എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻഡെക്സിലിരിക്കുന്ന കാര്യമാണ്. ലോട്ടസ് എന്ന് പറയുന്നത് 3rd ഇൻഡെക്സിലിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 0 തുടങ്ങി 3 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പറിനെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഡെക്സിലിരിക്കുന്ന കാര്യമാണ് നമ്മുടെ കമ്പ്യൂട്ടർ ഗസ് ചെയ്തതെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഗസ് എന്നുള്ളതിന് കോം ഗസ് എന്ന് എടുക്കാം. അത് വെറുതെ ഇഷ്ടമുള്ളൊരു പേരാണ്. ഞാൻ കോം ഗസ് എന്ന് പേര് കൊടുത്തു എന്നുള്ളൂ. കോം ഗസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റാൻഡം ആയിട്ടുള്ള 0 തുടങ്ങി 3 വരെയുള്ള ഒരു നമ്പറിനെ ചൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? കോം ഗസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റാൻഡം യൂസ് ചെയ്യുന്നു. റാൻഡം എന്ന് പറയുന്ന ലൈബ്രറിയിലെ റാൻഡ് റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ 0 തുടങ്ങി 3 വരെയുള്ള ഒരു നമ്പറിനെ നമ്മൾ ഗസ് ചെയ്തെടുക്കുന്നു. ഓക്കെ, അപ്പോൾ 0 തുടങ്ങി 3 വരെയുള്ള ഒരു നമ്പർ ഉണ്ട്. ഇനി അതിലിരിക്കുന്ന എലമെൻറ്റിനെ ഏതാണ്? അതിലിരിക്കുന്ന എലമെൻറ്റിനെ നമുക്ക് ഗസ് എന്ന് പറഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യാം? അതിലിരിക്കുന്ന എലമെൻറ്റിനെ നോക്കാം. അപ്പോൾ അതിലിരിക്കുന്ന എലമെൻറ്റ് ഏതാണെന്ന് അറിയണമെങ്കിൽ ഗസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ 0 തുടങ്ങി 3 വരെയുള്ള ഒരു നമ്പർ ഇപ്പോൾ കോം ഗസ് എന്ന് പറയുന്നതിലുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേര് കിട്ടണമെങ്കിലോ, അതായത് 0 തുടങ്ങി 3 വരെയുള്ള ഒരു നമ്പറാണ് ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. അപ്പോൾ കോം ഗസിൻ്റെ ഉള്ളിലേക്ക് 0 മുതൽ 3 വരെയുള്ള ഏതെങ്കിലും ഒരു ഇൻഡെക്സ് വരുമല്ലേ. ഇനി ആ ഇൻഡെക്സിലിരിക്കുന്ന വാല്യൂ ഏതാണ്? ആ ഇൻഡെക്സിലിരിക്കുന്ന ഫ്ലവറിൻ്റെ പേരെന്താണ്? അത് നമുക്ക് എടുക്കണ്ടേ? അത് നമുക്ക് ഈ ഗസ്സിലേക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ ഗസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എന്ത് ചെയ്യുന്നു? ഫ്ലവേഴ്സിലെ ആ ഇൻഡെക്സിലിരിക്കുന്ന കാര്യം നമുക്ക് എടുക്കാം. ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൻ്റെ ഉള്ള ലിസ്റ്റിൻ്റെ ഉള്ള ആ ഇൻഡെക്സിലിരിക്കുന്ന ആ വാല്യൂവിനെ നമുക്ക് എടുക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? ഫ്ലവേഴ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് കോം ഗസ് എന്ന് കൊടുക്കാം. ഓക്കെ, കോം ഗസ് എന്ന് കൊടുത്തു. അപ്പോൾ ആ ഇൻഡെക്സിലിരിക്കുന്ന കാര്യത്തിനെടുത്ത് നമ്മൾ ഗസ്സിൽ വെച്ചു. അപ്പോൾ ഗസ്സിൽ ഇപ്പോൾ ഒരു ഫ്ലവറിൻ്റെ പേരുണ്ട്, നമ്മുടെ യൂസർ ഇൻപുട്ട് ചെയ്ത സെലക്ഷനിലും ഒരു ഫ്ലവറിൻ്റെ പേരുണ്ട്. ഇനി ഇത് രണ്ടും മാച്ച് ആയോ എന്ന് നോക്കിയാൽ പോരെ. അപ്പോൾ ഇനി അടുത്ത ഫംഗ്ഷൻ എന്താണ് എഴുതേണ്ടത്? ഇത് രണ്ടും മാച്ച് ആയോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അതിനുള്ള ഫംഗ്ഷൻ നമ്മൾ എഴുതുന്നു. ഇഫ് നമ്മുടെ ഗസ്സും സെലക്ഷനും ഈക്വൽ ആണോ, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ എടുത്തൊരു ഫ്ലവറിൻ്റെ പേരാണ് ഗസ്സിൻ്റെ ഉള്ളുള്ളത്, നമ്മൾ സെലക്ട് ചെയ്ത ഒരു ഫ്ലവറിൻ്റെ പേരാണ് സെലക്ഷൻ്റെ ഉള്ളുള്ളത്. അപ്പോൾ ഇഫ് സെലക്ഷൻ ഈക്വൽ ടു നമ്മുടെ ഗസ് ആണെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ജയിക്കുമല്ലേ, യു വോൺ എന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ പ്രിൻറ്റ് എന്ത് സംഭവിച്ചു? പ്രിൻറ്റ് യു വോൺ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിലോ, എൽസ്
അങ്ങനെ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു, നമ്മൾ ഫെയിലായി. അപ്പോൾ പ്രിൻറ്റ് എന്ത് ചെയ്യുന്നു, യു ഫെയിൽഡ് എന്ന് കൊടുക്കുന്നു. സിമ്പിൾ ലോജിക്കാണ്, ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന ഒറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ നമ്മൾ സെലക്ട് ചെയ്തും കമ്പ്യൂട്ടർ സെലക്ട് ചെയ്തും ഒരേ കാര്യമാണെന്ന് മാത്രമാണ്. ഒരു റാൻഡം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ മാത്രമാണ് എക്സ്ട്രാ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നു Python3 program.py. ഓക്കെ, ലിസ്റ്റ് വന്നു, എൻ്റർ യുവർ സെലക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ലില്ലി സെലക്ട് ചെയ്യാണ്. ഞാൻ ലില്ലി സെലക്ട് ചെയ്തു, യു വോൺ. ഓക്കെ, ഞാൻ ജയിച്ചു, കാരണം കമ്പ്യൂട്ടർ സെലക്ട് ചെയ്തതും ലില്ലി തന്നെയാണ്. അപ്പോൾ ഞാൻ ജയിച്ചു. ഒന്നും കൂടെ നമുക്ക് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ഞാൻ ഈ പ്രാവശ്യം ലോട്ടസ് സെലക്ട് ചെയ്യാണ്. ലോട്ടസ് സെലക്ട് ചെയ്യുന്നു, എന്ത് സംഭവിച്ചു, യു ഫെയിൽഡ്. കമ്പ്യൂട്ടർ സെലക്ട് ചെയ്ത് വേറെ ഏത് പറഞ്ഞാണ്, ലോട്ടസ് അല്ല. അപ്പോൾ ഞാൻ ജയിച്ചില്ലല്ലേ. ഓക്കെ, ഇനി ഞാൻ ജാസ്മിൻ സെലക്ട് ചെയ്ത് നോക്കുകയാണ്. ഈ പ്രാവശ്യം ജാസ്മിൻ കൊടുത്തു നോക്കുന്നു, എന്ത് സംഭവിച്ചു, യു ഫെയിൽഡ്. ഈ പ്രാവശ്യം ഞാൻ ഫെയിലായി. എനിക്ക് കമ്പ്യൂട്ടർ ഗസ് ചെയ്ത് തന്നെ ഗസ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്കൊരു കാര്യം കൂടെ നോക്കിയാലോ. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. അതായത് കമ്പ്യൂട്ടറിൻ്റെ സെലക്ഷൻ നമ്മുടെ സെലക്ഷനും കൂടെ കൂടി ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാം. നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി, ഔട്ട്പുട്ട് ഒന്ന് വെരിഫൈ ചെയ്യാൻ. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സെലക്ഷൻ ഏതാണ്, ഗസ്സിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഗസ് എന്ന് പറയുന്നത് ഒന്ന് പ്രിൻറ്റ് ചെയ്യുന്നു, അത് കമ്പ്യൂട്ടറിൻ്റെ സെലക്ഷനാണ്. അപ്പോൾ നമുക്കത് കമ്പ്യൂട്ടറിൻ്റെ സെലക്ഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കാം. കമ്പ്യൂട്ടർ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കത് കൊടുക്കാം, ഈക്വൽ ടു. ഇനി അതുപോലെ തന്നെ നമ്മുടെ സെലക്ഷൻ നമുക്ക് പ്രിൻ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെലക്ഷൻ, യുവർ സെലക്ഷൻ. ഓക്കെ, നമ്മൾ യൂസറിൻ്റെ ആണല്ലോ, യുവർ സെലക്ഷൻ എന്ന് കൊടുക്കുന്നു, ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സെലക്ഷൻ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, ഞാൻ സേവ് ചെയ്യുന്നു, ഒന്ന് റൺ ചെയ്യാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഇത് ജയിച്ചാൽ മാത്രം പ്രിൻ്റ് ചെയ്ത് കാണിക്കുമല്ലേ, ജയിച്ചാലും തോറ്റാലും പ്രിൻ്റ് ചെയ്ത് കാണിക്കാവുന്ന രീതിയിലാക്കാം. അതിനെന്ത് ചെയ്യാം, ഞാനിത് മൊത്തം പുറത്തേക്ക് എടുക്കുന്നു, ഈ എൽസിന് പുറത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എൽസിന് പുറത്ത് പേസ്റ്റ് ചെയ്യണം, എൽസിൻ്റെ ഉള്ളിൽ പേസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് വർക്ക് ചെയ്യില്ല. ഞാൻ എൽസിന് പുറത്തായിട്ട് അത് പേസ്റ്റ് ചെയ്തു. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കിയാൽ നമ്മുടെ പ്രോഗ്രാം സേവ് ചെയ്യുന്നു. ഞാൻ നമ്മൾ റൺ ചെയ്യണം പ്രോഗ്രാം ഒന്ന് ക്ലിയർ ചെയ്യാം അല്ലേ, ഫുള്ളൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, റോസ്, ജാസ്മിൻ, ലില്ലി, ലോട്ടസ് വന്നു. ഞാൻ റോസ് സെലക്ട് ചെയ്യാണ്. ഈ പ്രാവശ്യം റോസ് സെലക്ട് ചെയ്തു, യു വോൺ. കമ്പ്യൂട്ടർ സെലക്ട് ചെയ്തതും റോസാണ്, യുവർ സെലക്ഷനും റോസാണെന്ന് തോന്നുന്നല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഈ പ്രാവശ്യം നമുക്ക് റോസ് തന്നെ ഒന്നും കൂടെ നോക്കാം, ഒന്നും കൂടെ ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, യു വോൺ, വീണ്ടും ഞാൻ ജയിച്ചല്ലേ, എന്തായാലും ഒരു പ്രാവശ്യം കൂടെ നോക്കാം. ഇനി നമുക്ക് ഈ പ്രാവശ്യം ലില്ലി കൊടുത്തു നോക്കാം. ലില്ലി കൊടുക്കുന്നു, യു ഫെയിൽഡ്. കമ്പ്യൂട്ടർ സെലക്ട് ചെയ്തത് റോസാണ്, ഞാൻ സെലക്ട് ചെയ്തത് ലില്ലിയാണ്, അപ്പോൾ ഞാൻ ഫെയിലായി. ഓക്കെ, ഇത് സിമ്പിൾ ഗെയിമാണ്. ഇനി ഇതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രോഗ്രാംസും കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കോഴ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മുടെ ആപ്പിൽ നമ്മൾ ഈ ഒരു പൈത്തൻ്റെ ഫുൾ കോഴ്സ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കോഴ്സ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ജസ്റ്റ് 499 റുപ്പീസാണ്, 499 രൂപ മാത്രമാണുള്ളത്. ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഓക്കെ, താങ്ക് യു.